ഇറാഖിന്റെ പരമാധികാരിയായ സദ്ദാം ഹുസൈന്റെ മകൻ ഉദയ് ഹുസൈന് നേരെ ഒരു വധശ്രമം. ഇറാഖിനെ ആകെ ഞെട്ടിച്ച സംഭവമായി അത്. സദ്ദാം ഹുസൈന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് നേരെ ആദ്യമായാണ് ഇങ്ങനെ ഒരു ആക്രമണം. 1991-ൽ ഇറാഖിലുണ്ടായ വിമത നീക്കങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു. അതിനുശേഷം ഇറാഖിലെ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രാജ്യം വിട്ടുപോയി. അവശേഷിച്ച ചിലർ കുർദുകൾ ജീവിക്കുന്ന വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറി. അവരാകട്ടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചത് ചില സമയങ്ങളിൽ മാത്രമായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് നേരെയോ ബാത്ത് പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകർക്ക് നേരെയോ മാത്രമായിരുന്നു അത്തരം പ്രതിഷേധങ്ങൾ. എന്നാൽ തീവ്ര ആശയക്കാരും വിദ്യാർത്ഥി യുവജന വിഭാഗത്തിൽപ്പെട്ടയാളുകളും ഇറാഖിനുള്ളിലെ ഒളിയിടങ്ങളിൽ നിന്ന് പൊരുതാൻ നിശ്ചയിച്ചു. അവർ ഇറാഖിലെ സാധാരണക്കാരായ മനുഷ്യരുമായി നിരന്തരം ഇടപഴകിയിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ദുരിതങ്ങളും വേദനയും നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വിധത്തിൽ തീവ്രമായ ഒരു നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഇറാഖിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ദൃഢനിശ്ചയമെടുത്ത യുവാക്കളുടെ ഒരു ചെറു സംഘം, അതായിരുന്നു അൽ നഹദ്. നാല് തൂണുകളാണ് ഇറാഖിന്റെ ഭരണത്തെ നിലനിർത്തുന്നത്. സദ്ദാം ഹുസൈൻ, അദ്ദേഹത്തിന്റെ മക്കളായ ഖുസായ് ഹുസൈൻ, ഉദയ് ഹുസൈൻ, സദ്ദാമിന്റെ കുടുംബാംഗമായ കെമിക്കൽ അലി എന്ന വിളിപ്പേരുള്ള അലി ഹസൻ അൽ മജീദി എന്നിവരാണവർ. ഇവരിൽ ഏറ്റവും എളുപ്പത്തിൽ കെണിയിൽപ്പെടുത്താൻ കഴിയുക ഉദയ് ഹുസൈനെയാണ്. ക്രൂരതയിൽ എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്നതും അയാൾ തന്നെ. ഉദയ് ഹുസൈനെ കൊല്ലാനുള്ള തീരുമാനം അവരാക്രമണം നടപ്പാക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ എടുത്തിരുന്നു. നിർണായകമായ ആ തീരുമാനമെടുത്ത ശേഷം അവർ ഉദയ് ഹുസൈനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. കുടുംബത്തിനുള്ളിൽ തന്നെ ഉദയ് നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ കഥകൾ അവർ തേടിപ്പിടിച്ചു. ബന്ധുക്കൾക്കിടയിൽ തന്നെ ഉദയ് ഹുസൈനോട് കടുത്ത ശത്രുതയുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ കാലതാമസം വേണ്ടി വന്നില്ല. ഉദയ് ഹുസൈനെ വകവരുത്തണമെന്ന് രഹസ്യമായി ആഗ്രഹിക്കുന്നവരാണവർ. ഇറാഖിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഗറില്ല പോരാളികൾക്ക് ഉദയ് ഹുസൈന്റെ ദൈനംദിന പരിപാടികളെക്കുറിച്ച് വിവരം നൽകിയത് ബന്ധുക്കളായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ ഉപരോധം നിലവിൽ വന്നതിൽ പിന്നെ ഉദയ് ഹുസൈന്റെ പ്രധാന ബിസിനസ് അവശ്യവസ്തുക്കളുടെ കള്ളക്കടത്താണ്. മരുന്നുൾപ്പെടെയുള്ള സാധനങ്ങൾ അനധികൃത മാർഗത്തിലൂടെ ഇറാഖിലെത്തിച്ച് വൻ വിലയ്ക്ക് കച്ചവടം നടത്തുന്ന ഒരു ഭീമൻ ശൃംഖല തന്നെ അയാൾ രൂപപ്പെടുത്തി. ഇതേ ബിസിനസ് വിജയകരമായി ചെയ്യുന്ന മറ്റു പലരും സദ്ദാം കുടുംബത്തിലുണ്ട്. അവരെല്ലാം ഉദയ് ഹുസൈൻ കായികമായി നേരിടും. അവർ കടത്തിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ തട്ടിയെടുക്കും. തന്റെ സാമ്രാജ്യത്തിൽ മറ്റൊരാൾ കടന്നുവരാൻ അയാൾ അനുവദിക്കില്ല. സദ്ദാം സർക്കാരിലെ വലിയ പദവികൾ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളവരാണെങ്കിലും സദ്ദാമിന്റെ അർദ്ധ സഹോദരങ്ങളും സാജിദ ഹുസൈന്റെ സഹോദരങ്ങളും അവരുടെ മക്കളുമെല്ലാം ഉദയ് ഹുസൈന്റെ മുന്നിൽ തൊഴുതു നിൽക്കണം. ഉദയ് ഹുസൈനോട് ശത്രുതയുള്ള അയാളുടെ ബന്ധുക്കളുമായി ഒളിവിൽ പ്രവർത്തിക്കുന്ന ഗറില്ല പോരാളികൾ സൗഹൃദം നേടിയെടുത്തു. അവരിൽ നിന്നാണ് വ്യാഴാഴ്ച തോറും ധാരാളം പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദയ് ഹുസൈൻ നടത്താറുള്ള വിരുന്നുകളെപ്പറ്റി ഗറില്ല പോരാളികൾക്ക് വിവരം കിട്ടിയത്.
ഈ പാർട്ടികളിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളിൽ നിന്നും ഉദയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെ അയാളുടെ കിടപ്പറയിലെത്തിക്കണം. ഉദയ് ഹുസൈൻ പെൺകുട്ടികളുടെ നേർക്ക് നടത്തിയിട്ടുള്ള അനവധി ലൈംഗികാതിക്രമങ്ങളുടെ കഥ കേട്ടിട്ടുള്ള ആ യുവാക്കൾ പല്ലിറുമ്മി. ഇത്തവണ ഉദയുടെ കഥ അവസാനിപ്പിക്കണം, അവർ ഉറപ്പിച്ചു. ബാഗ്ദാദിലെ പുതുനഗരമായ അൽ മൻസൂറിലാണ് ആ വ്യാഴാഴ്ച വിരുന്ന് നടക്കുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെ സഞ്ചരിക്കുന്നയാളാണ് ഉദയ് ഹുസൈൻ. ഏത് കാറിലാണ് ഉദയ് ഉള്ളതെന്ന് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാൻ ഒരേപോലെയുള്ള 3 കാറുകൾ ഉൾപ്പെടുന്ന വാഹനവ്യൂഹം. 3 കാറിനും ഒരേ നമ്പർ. അതിലൊന്നിലാവും ഉദയ് ഹുസൈൻ. അവിടേക്കെത്താൻ ഉദയ് തിരഞ്ഞെടുക്കാവുന്ന 2 വഴികളും പോരാളി യുവാക്കൾ അടയാളപ്പെടുത്തി. ഇരു റോഡുകളും സംഗമിക്കുന്ന സ്ഥലം ധാരാളം കടകളുള്ള സജീവമായ തെരുവാണ്. തെരുവ് വിളക്കുകൾ ഉള്ളതിനാൽ അവിടെ വെളിച്ചമുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കാൻ സൗകര്യമുള്ളതിനാൽ അവർ ആക്രമണത്തിനായി അവിടം തെരഞ്ഞെടുത്തു. ഉദയ് ഹുസൈനെ വധിക്കാൻ ചുമതലപ്പെട്ട ഗറില്ല പോരാളികളുടെ സംഘത്തിൽ 4 പേരാണുണ്ടായിരുന്നത്. ഈ ശ്രമത്തിനിടയിൽ തങ്ങൾ കൊല്ലപ്പെടുമെന്ന ഉറപ്പോടെ ചാവേറാകാൻ തയ്യാറായി മുന്നോട്ട് വന്ന യുവാക്കൾ. 1996 ഡിസംബർ 12 അവർ തെരഞ്ഞെടുത്ത ദിവസം. ആൾക്കൂട്ടത്തിനിടയിൽ അവർ കാത്തുനിന്നു. ഉദയ് ഹുസൈനും സംഘവും വൈകിയാണെത്തിയത്. ഉദയ് ഏറ്റവും മുന്നിലെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടാകുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അത് ലക്ഷ്യമാക്കിയാണ് ആദ്യത്തെ വെടിയുതിർത്തത്. എന്നാൽ പെട്ടെന്ന് തന്നെ കൂട്ടത്തിൽ ഒരാൾ യാത്രക്കാരുടെ സീറ്റിൽ ഉദയ് ഹുസൈനെ തിരിച്ചറിഞ്ഞു. ആ യുവാവ് തന്റെ തോക്ക് ഉദയ്ക്ക് നേരെ തിരിച്ച് തുരുതുരെ വെടിയുതിർത്തു. അവർ ഭയപ്പെട്ടിരുന്നതുപോലെ പ്രത്യാക്രമണം എവിടെ നിന്നുമുണ്ടായില്ല. എന്താണ് സംഭവിക്കുന്നതെന്നുപോലും ഉദയ് ഹുസൈനോടൊപ്പമുള്ള സംഘത്തിന് ശരിക്കും മനസ്സിലായതുമില്ല. അവരിൽ പലർക്കും വെടിയേറ്റിരുന്നു. ആ പ്രദേശമാകെ ചോരക്കളമായി. അപ്പോഴേക്കും ഗറില്ല പോരാളികൾക്ക് രക്ഷപ്പെടാനായി ഒരുക്കി നിർത്തിയ വാഹനം അവിടെ എത്തി. തോക്കു ചൂണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ അകറ്റിക്കൊണ്ട് അവർ 4 പേരും ആ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. സദ്ദാം ഹുസൈന്റെ സ്വന്തക്കാർ ധാരാളമുള്ള പടിഞ്ഞാറൻ ഇറാഖിലെ ഒരു നമ്പർ പ്ലേറ്റാണ് അവർ ആ വാഹനത്തിന് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ വഴിയിൽ പരിശോധനയൊന്നുമുണ്ടായില്ല. ഇറാഖിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള മരുപ്രദേശങ്ങളിലൂടെ ആ വാഹനം ജോർദാനിലേക്ക് നീങ്ങി. ഉദയ് ഹുസൈനെ ആക്രമിച്ചവർ ഇറാനിലേക്കോ വടക്കൻ കുർദിസ്ഥാനിലേക്കോ കടക്കാൻ ശ്രമിക്കുമെന്നാണ് പോലീസ് കരുതിയത്. അതനുസരിച്ചായിരുന്നു പോലീസ് നീക്കങ്ങളും. പരിക്കേറ്റ ഉദയ് ഹുസൈനെ പെട്ടെന്ന് തന്നെ ബാഗ്ദാദിലെ ഇബിൻ സൈന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സദ്ദാം കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ അവർ ഉദയ് ഹുസൈന് വെടിയേറ്റതായി വാർത്ത പുറത്തുവിട്ടു. പരിക്കുകൾ ഗുരുതരമല്ലെന്ന് പറഞ്ഞെങ്കിലും അവരാ സംഭവം അംഗീകരിച്ചു. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222.
ഔദ്യോഗികമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും ഉദയ് ഹുസൈന്റെ നില ഗുരുതരമായിരുന്നു. അയാളുടെ ശരീരത്തിൽ പലയിടത്തും വെടിയുണ്ടകൾ തറച്ചു കയറി. അതെല്ലാം പുറത്തെടുക്കാനായി പല ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. എങ്കിലും നട്ടെല്ലിൽ തുളച്ചു കയറിയ 2 വെടിയുണ്ടകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഉദയ് ഹുസൈൻ ദിവസങ്ങളോളം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞു. പിന്നീട് അയാളെ മുറിയിലേക്ക് മാറ്റി. ഉദയ് ഹുസൈന് അപ്പോൾ നടക്കാൻ കഴിയുമായിരുന്നില്ല. അയാളുടെ ശരീരം ഭാഗികമായി തളർന്നുപോയിരുന്നു. മകന്റെ പല ചെയ്തികളിലുമുണ്ടായിരുന്ന നീരസമെല്ലാം മാറ്റിവെച്ച് സദ്ദാം ഹുസൈൻ ഉദയുടെ അടുത്തെത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന മകനോട് സദ്ദാം ഇങ്ങനെ പറഞ്ഞു: മകനെ, നമ്മൾ ആണുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കും. പക്ഷേ നമ്മളാണ് ശരി, അവർ തെറ്റാണ്. സദ്ദാം മകന്റെ നെറ്റിയിൽ ചുംബിച്ചു. മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കാത്തുനിന്നിരുന്ന ഖുസായിയോടും സദ്ദാം സംസാരിച്ചു. എന്റെ മകനെ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആണുങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. എപ്പോഴും നമ്മളെ ഒരു വെടിയുണ്ടയോ കത്തിമുനയോ കാത്തിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. എപ്പോഴും ഏറ്റവും മോശം ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈൻ ആശുപത്രിക്ക് പുറത്തേക്ക് പോയി. ആശുപത്രിയിലെ കാര്യങ്ങൾക്ക് സദ്ദാം തന്നെ മേൽനോട്ടം വഹിച്ചു. ഉദയ് ഹുസൈന് വെടിയേറ്റാൽ അത് തനിക്ക് വെടികൊണ്ടതിന് തുല്യമാണെന്ന് സദ്ദാം പ്രഖ്യാപിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ഉദയ് ഹുസൈൻ പെട്ടെന്നൊന്നും കിടക്ക വിട്ട് എഴുന്നേറ്റില്ല. ഇടതുകാൽ അനക്കാൻ കഴിയില്ലെന്ന തോന്നലിൽ നിന്നും ഉദയ് ഹുസൈനെ മോചിപ്പിക്കാനായി അമേരിക്കൻ ഹിപ്നോട്ടിസ്റ്റായ ലാറി ഗെരറ്റിനെ സദ്ദാം 2 തവണ ചിക്കാഗോയിൽ നിന്ന് വരുത്തി. മണിക്കൂറുകളോളം അദ്ദേഹം ഉദയ് ഹുസൈനൊപ്പം ചെലവഴിച്ചു. പതിയെ ഉദയ് ഹുസൈൻ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും പിന്നീടൊരിക്കലും അയാളുടെ ജീവിതം പഴയതുപോലെയായില്ല. ഷിയ മുസ്ലിം സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ വധശ്രമത്തിന് പിന്നിലെന്ന കാര്യം സദ്ദാം ഹുസൈൻ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. എങ്കിലും പെട്ടെന്നൊന്നും ഇറാഖി പോലീസിന് അവരെ പിടികൂടാനോ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനോ കഴിഞ്ഞില്ല. വധശ്രമത്തിന് നേതൃത്വം നൽകിയവർ പല ഭാഗങ്ങളിലായി ഒളിവ് ജീവിതം തുടർന്നു. ഉദയ് ഹുസൈനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ സദ്ദാം ഭരണകൂടത്തിന് ശക്തമായൊരു താക്കീത് നൽകാൻ കഴിഞ്ഞു. സംഭവം നടന്ന ശേഷം അമേരിക്കയുടെ സഹായത്തോടെ ഇറാഖിലെ വിമതർ നടത്തുന്ന റേഡിയോ വാർത്തകൾ ശ്രദ്ധേയമായിരുന്നു. ഇറാഖിൽ ഒളിവിൽ പ്രവർത്തിക്കുന്ന പല സംഘങ്ങളും ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ മാത്രം മറഞ്ഞിരുന്നു. എങ്കിലും ഒടുവിൽ സദ്ദാം ഹുസൈൻ അവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മറ്റൊരു കേസിൽ പിടിയിലായ ഒരു സംഘത്തിൽ നിന്നാണ് ഉദയ് ഹുസൈൻ വധശ്രമത്തിൽ പങ്കെടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാഖി സൈനികർക്ക് ലഭിച്ചത്. 1998 ജോർദാനിൽ നിന്ന് പിടിയിലായ 15 അംഗ സംഘത്തെ ഇറാഖിന് കൈമാറി. ഉദയ് ഹുസൈനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നേരിട്ടുൾപ്പെട്ട അബൂ സജാദിനെ 18 മാസങ്ങൾക്ക് ശേഷം സുരക്ഷാ സൈനികർ അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ്. അയാളെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരം സർക്കാർ പ്രസിദ്ധീകരിച്ചു. പിന്നീടങ്ങോട്ട് നടന്നത് ക്രൂരമായ പ്രതികാര നടപടികളാണ്.
മറ്റു രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുന്നതിനാൽ കേസിലെ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ പിടികൂടപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ ആളുകളുടെയും വീടുകളിൽ സദ്ദാം ഹുസൈന്റെ പട്ടാളക്കാരെത്തി. ആ കുടുംബങ്ങളിൽ പിന്നീട് പുരുഷന്മാർ അവശേഷിച്ചില്ല. ഉദയ് ഹുസൈനെ കൊല്ലാൻ വേണ്ടി ഒത്തുകൂടിയ സംഘത്തിന് നേതൃത്വം നൽകിയ ഷെരീഫിന്റെ 7 സഹോദരന്മാരെയും പിതാവിനെയും അവർ പിടികൂടിക്കൊണ്ടുപോയി. ദിവസങ്ങൾക്കു ശേഷം ഭർത്താവിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ ബാഗ്ദാദിലെ മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊള്ളാൻ ഷെരീഫിന്റെ അമ്മയെ അറിയിക്കുകയാണുണ്ടായത്. അബൂ സജാദിന്റെയും അബൂ സാദിഖിന്റെയും പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഇതേ വിധി തന്നെ നേരിടേണ്ടി വന്നു. 4-മത്തെയാളായ ഹംസയുടെ ഗർഭിണിയായ ഭാര്യയെയാണ് അവർ പിടിച്ചുകൊണ്ടുപോയത്. ആ പെൺകുട്ടി പിന്നീട് ജയിലിൽ വച്ച് തന്റെ കുഞ്ഞിന് ജന്മം നൽകി. വധശ്രമക്കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളുടെയും ബന്ധുക്കളെ സ്വന്തം വീടുകളിൽ നിന്ന് പട്ടാളക്കാർ ഇറക്കിവിട്ടു. വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും അവരിലൊരാളും ഉദയ് ഹുസൈനെ കൊല്ലാനുള്ള തീരുമാനത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇറാഖി ജനതയുടെ മനസ്സിൽ നിന്ന് സദ്ദാം ഹുസൈനെ നീക്കം ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് അവർ വിശ്വസിച്ചു. ആക്രമണം നേരിട്ട് മാസങ്ങൾക്കു ശേഷം പ്രകടമായ ഒരു മുടന്തോടെ ഉദയ് ഹുസൈൻ നടക്കാൻ തുടങ്ങി. അയാളുടെ പുതിയ സ്ത്രീപീഡന കഥകളൊന്നും കുറച്ചുകാലത്തേക്ക് ഇറാഖിന് കേൾക്കേണ്ടി വന്നില്ല. പക്ഷേ മറ്റുള്ളവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന ഉദയ് ഹുസൈന്റെ സാഡിസ്റ്റ് മനോഭാവം ഈ സംഭവത്തിന് ശേഷം കൂടിയതേയുള്ളൂ. ഈ അപകടത്തോടെ സദ്ദാം ഹുസൈന്റെ പിൻഗാമി ഇളയ മകൻ ഖുസായ് ഹുസൈൻ ആയിരിക്കുമെന്ന കാര്യവും ഉറപ്പായി. സദ്ദാം ഹുസൈൻ കൂടുതൽ പ്രതിസന്ധികളെ നേരിടാൻ തുടങ്ങുകയാണ്. രാജ്യത്തിനുള്ളിൽ എതിർപ്പ് കൂടി വരുന്നു. അമേരിക്ക ഇറാഖിനെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. ക്ലിന്റൺ ഭരണകൂടം ബുഷ് ഭരണകൂടത്തെക്കാൾ ശത്രുതയോടെ സദ്ദാം ഹുസൈനെ നേരിടാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളുമായി ഇറാഖ് സഹകരിക്കുന്നില്ലെന്നാരോപിച്ച് 1998 ഡിസംബറിൽ ഇറാഖിന് മേൽ അമേരിക്ക തുടർച്ചയായി ബോംബ് വർഷിച്ചു. അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ പ്രധാനമായും ലക്ഷ്യം വച്ചത് ഇറാഖിന്റെ ആയുധ ഗവേഷണ നിർമ്മാണ സ്ഥാപനങ്ങളെയും വ്യോമ പ്രത്യാക്രമണ കേന്ദ്രത്തെയും ബാരക്കുകളെയുമാണ്. സദ്ദാം ഹുസൈനും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവർക്കും മാത്രം സുരക്ഷ നൽകുന്നതിന് ചുമതലപ്പെട്ട റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ ആസ്ഥാന മന്ദിരവും ആക്രമിക്കപ്പെട്ടു.